ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ പിതാവ്, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ നിൽക്കുന്നത് എവിടെയാണെന്നും ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടും അല്പം ആശങ്കയോടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സകല ആശങ്കകളെയും ദൂരീകരിക്കുന്നവനായ ദൈവം, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാധാന്യത്തെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരു പുണ്യപിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതായ ഈ പുണ്യഭൂമിയിലും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ സകല ആശങ്കകളെയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. നമുക്കേവർക്കും ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനകൾ അഭയവും കോട്ടയവും ആയിരിക്കട്ടെ. നോമ്പാകുന്ന ആത്മീയ തീർത്ഥാടനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. 40 ദിവസത്തെ മരുഭൂമിവാസത്തിന് ശേഷം പൈശാചികമായ സകല പരീക്ഷണങ്ങളിൽ നിന്നും കർത്താവ് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് വരുന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നതിൽ തുടങ്ങി. കൂനിയായവളെ നിവർത്തുന്നു, തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നു, പുറജാതി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകുന്നു. ഈ ഞായറാഴ്ചകളിലൂടെയൊക്കെ നാം കടന്നുപോയതാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ ദൗത്യത്തെ പൂർണ്ണമായി വിവരിക്കുന്ന ഒരു ചിത്രം ഈ ഞായറാഴ്ചകളിൽ നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൂടെ നാം അറിഞ്ഞ കാര്യങ്ങളാണ്. നോമ്പാകുന്ന തീർത്ഥാടനത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരായ നാം ഓരോരുത്തരും നമ്മുടെ തീർത്ഥാടന യാത്രയിലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന സ്വർഗീയ വചനം എന്നത് നമ്മുടെ നോമ്പാകുന്ന തീർത്ഥാടനം എത്തിച്ചേരേണ്ടുന്നത് സ്വർഗീയ അവസ്ഥയിലാണ്. സ്വർഗത്തിലേക്ക് കയറി ചെല്ലണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന ഈ ഭൂമിയിൽ സ്വർഗീയതയെ അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഒരുവൻ അനുഷ്ഠിക്കുന്ന നോമ്പ് പൂർണ്ണമായി തീരുന്നത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏവർക്കും അനേകം കഥാപാത്രങ്ങളെ സ്വർഗീയ അനുഭവം ഈ ഭൂമിയിൽ അനുഭവവേദ്യമാക്കിയ കഥാപാത്രങ്ങളെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിമോചക നായകനായ മോശ സീനായി മലയിൽ വെച്ച് നോമ്പ് നോറ്റ് ദൈവം ആ മലയിൽ നിന്ന് ഇറങ്ങി മോശയോട് കൂടെ ഉണ്ടായിരുന്നതായി വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാബേലിലെ ഹാനനിയ, അസിറിയ, മീശായേൽ മുതലായ പൈതങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ 4ാമനായി ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നതായി വിശുദ്ധ വേദപുസ്തകം നമുക്ക് സാക്ഷിക്കുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ നമ്മുടെ ഈ ജീവിതങ്ങളിൽ ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടയാകട്ടെ ഈ പരിശുദ്ധ നോമ്പിൽ എന്ന് ആദ്യമേ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനുമായിട്ടുള്ള ഓർമ്മകളുമായിട്ടാണ് ഓരോ പരിശുദ്ധ നോമ്പും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഓരോ നോമ്പുകാലവും നമ്മൾ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത, ഓരോ നോമ്പുകാലവും നമ്മളിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതചര്യകളിൽ, ഞാൻ സംസാരിക്കുന്ന വാക്കുകളിൽ, ഞാൻ നടന്നിട്ടുള്ള വഴികളിൽ, എന്നോട് അടുത്തിട്ടുള്ള ആളുകളിൽ ഈ നോമ്പ് മുഖാന്തരം എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ നോമ്പ് കാലത്തെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത അത്യാവശ്യമാണ്. സ്വാർത്ഥതയും സ്നേഹമില്ലായ്മയും തിരക്കിട്ട ജീവിത ശൈലികളിലും ഉള്ള ആധുനിക സമൂഹത്തിന് കൈമോശം വന്നുപോയ ആർദ്രഭാവങ്ങളെയൊക്കെ ഒന്ന് തിരികെ പിടിക്കുവാൻ, ഒന്ന് തിരിഞ്ഞു നടക്കുവാൻ, നമ്മളിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചറിവുകളെ, നമ്മുടെ ഉള്ളിലുള്ള നന്മകളെ ഒന്ന് തിരിച്ചറിയുവാൻ ഈ പരിശുദ്ധ നോമ്പ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ അല്പസമയത്തേക്ക്
നിങ്ങളോടൊപ്പം 3 ചിന്തകളെ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോമ്പ് നൊമ്പരത്തിൻ്റെ അനുഭവമാണ്. നോമ്പ് രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. നോമ്പ് നിരപ്പിൻ്റെ അനുഭവമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം മീഖാ പ്രവചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. മീഖാ പ്രവചന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരരായിരിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ മറ്റെന്താകുന്നു അവൻ നിന്നോട് ആവശ്യപ്പെടുന്നത്? മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരരായിരിക്കുവാനും ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുവാനുമല്ലാതെ മറ്റ് എന്താകുന്നു പിതാവാം ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത്? മോരുസ്ഥനായ മീഖാ പ്രവാചകന് ശമരിയായെയും യെരുശലേമിനെയും കുറിച്ച് പിതാവാം ദൈവത്തിൽ നിന്നുണ്ടായ അരുളപ്പാടുകൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് മീഖാ പ്രവചന പുസ്തകം. കാവ്യാത്മക ശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിൽ അതുകൊണ്ട് തന്നെ പ്രതീകങ്ങളും പ്രതീകാത്മക ബിംബങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് അടിമത്ത നാട്ടിൽ നിന്ന് വിടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്ത ഇസ്രായേൽ ജനതയെ തങ്ങളുടെ പിതാവാം ദൈവത്തിന് എന്തുതരം യാഗമാണ് അർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു പ്രവചനമാണ് മീഖാ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ നടത്തുന്നത്. ഇസ്രായേൽ ജനത്തിനെതിരെ യഹോവയുടെ കോപം കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് കാരണം ഇതാണ്: അവർ അന്യദൈവങ്ങളെ ആരാധിക്കുന്നു, അന്യ ആചാരങ്ങൾക്ക് വില കൽപ്പിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ തള്ളുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ദൈവകോപത്തിൽ ആയിരിക്കുന്ന ശമരിയയിലെയും യെരുശലേമിനെയും പറ്റി മീഖാ പ്രവാചകന്റെ പ്രവചനമാണ് മീഖാ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ വസ്തുത ആ 4-5 വാക്യത്തിൽ ആസ്പദമാക്കിയാണ്: വെളിവാക്കപ്പെട്ട നന്മകളെ തിരിച്ചറിയുക. പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നൊമ്പരത്തിലൂടെ രൂപാന്തരപ്പെടുന്നത് ദൈവിക നന്മകളെ തിരിച്ചറിയുവാനുള്ള ആഹ്വാനവുമായിട്ടാണ്. 6-ാം അധ്യായം 4-5 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ പിതാവാം ദൈവം തൻ്റെ ജനത്തിന് നൽകിയ നന്മകളെ പറ്റി അവിടെ പരാമർശിക്കുന്നുണ്ട്. അടിമത്ത നാട്ടിൽ നിന്ന് വിടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്ത് തങ്ങളെ നയിക്കുന്നതിനായി മോശയെയും അഹറോനെയും മിര്യാമിനെയും നിയോഗിച്ചാക്കിയതിനെ ഓർക്കുവാൻ പിതാവാം ദൈവം ആ വേദഭാഗത്ത് അവരോട് ആഹ്വാനം ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവിക നന്മകളെ തിരിച്ചറിയുന്നു എങ്കിൽ മാത്രമേ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥം, നമ്മുടെ നോമ്പനുഷ്ഠാനം വ്യർത്ഥം, നമ്മുടെ ഈ ലോക ജീവിതത്തിലുള്ള വാസം വ്യർത്ഥം. നമുക്ക് നമ്മുടെ ദൈവിക നന്മകളെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലത്ത് ഒന്ന് തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കാം. ദൈവം വെളിവാക്കി തന്നിട്ടുള്ള നന്മകളെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായ സംതൃപ്തിയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഈ പരിശുദ്ധ നോമ്പ് ഇടയാക്കണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും അതിലൂടെ നമുക്ക് സ്വായത്തമായ രക്ഷയുമാണ്. ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്നുള്ളത് ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗവും അതിലൂടെ ലഭിച്ച രക്ഷയും
നോക്കിപ്പാർക്കുന്ന ഒരനുഭവത്തിലാണ്. ആ നന്മയെ മുൻകണ്ടുകൊണ്ട്, ആ നന്മയെ നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മറ്റ് നന്മകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. പാപപങ്കിലമായ ഈ ലോകത്ത് പാപത്തിൻ്റെ ശമ്പളമായ മരണം പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിനെ നാം ഇന്ന് മറന്നുപോകുന്നു. ക്രിസ്തുവിനെ ഇന്ന് വരും പ്രാർത്ഥനയുടെ ഉപാധിയായി മാത്രം മാറ്റുന്നു. പ്രാർത്ഥനയുടെ ഉപാധി മാത്രമല്ല ക്രിസ്തു. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും അവനോടൊപ്പം നിന്ന് അവനോട് കൂടെ ചരിക്കുന്നവനായ ക്രിസ്തുവിനെ പ്രാർത്ഥനകളിൽ മാത്രം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപകരിക്കുവാനുള്ളവനല്ല ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ നന്മകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേൽ ജനത്തിന് തെറ്റിപ്പോയതും ഇവിടെയാണ്. ദൈവം അവർക്ക് നൽകിയ നന്മകളെ അവർ മറന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുകയും അന്യദൈവങ്ങളുടെ ആചാരങ്ങളെ അവരനുഷ്ഠിക്കുകയും യഹോവയുടെ ന്യായപ്രമാണത്തെ തള്ളുകയും ചെയ്തു എന്നുള്ളതാണ് മീകാ പ്രവചന പുസ്തകത്തിൽ യഹോവ ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഉയർത്തുന്ന ചോദ്യം. ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെക്കുറിച്ച് ഓർക്കാതെ പരാതികളും പരിഭവങ്ങളുമായി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ തിരിച്ചറിയാതെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അത് ദൈവസന്നിധിയിൽ പരാതികളായും പരിഭവങ്ങളായും അർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥന മുഖേന അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ അസംതൃപ്തിയുടെ അനുഭവം, ഇവിടെയാണ് അസംതൃപ്തിയുടെ അനുഭവം രൂപം കൊള്ളുന്നത്. കുടുംബജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും മതജീവിതത്തിലായാലും ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു തരം അസുഖമായിട്ട് മാറിയിട്ടുണ്ട് അസംതൃപ്തി. ഈ അസംതൃപ്തമായ മനസ്സോടുകൂടിയാണ് ഞാനും നിങ്ങളും നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വെളിവാക്കപ്പെട്ട നന്മയെ തിരിച്ചറിയാതെയാണ് ഞാനും നിങ്ങളും നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നോമ്പനുഷ്ഠാനം വ്യർത്ഥം, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥം, നമ്മൾ കുമ്പിടുന്നത് വ്യർത്ഥം. ദൈവം നൽകിയിട്ടുള്ള നന്മകളെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ധ്യാനത്തിലൂടെ ദൈവിക നന്മകളെ തിരിച്ചറിഞ്ഞ് ആ നന്മകളിലൂടെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനുള്ളവനല്ല. ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് ഉണ്ടെങ്കിൽ അവന് നമ്മെക്കുറിച്ച് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ഉപാധിയാണ് നോമ്പ്. നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ധ്യാനം ഇവയിലൂടെ ദൈവം നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഇവിടെ ക്രമീകരിക്കുവാനായിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. അസംതൃപ്തമായ മനസ്സുകളെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. നോമ്പിൻ്റെ അനുഭവത്തിൽ നമ്മുടെ അസ്വസ്ഥമായിരിക്കുന്ന മനസ്സുകളെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. കർത്താവ് സകല അസ്വസ്ഥതകളെയും അസംതൃപ്തികളെയും കാൽവറിയിലെ ക്രൂശിലെ യാഗം മൂലം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അസംതൃപ്തിയില്ല. തൃപ്തമായ ജീവിതം, ദൈവിക നന്മകളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിനായി മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ നന്മകളെ നമുക്ക് പരിശുദ്ധ നോമ്പിലൂടെ തിരിച്ചറിയാം. സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്, ക്രിസ്തു പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ദൈവിക നന്മകളുടെ വെളിപാട് എവിടെ നിന്ന് എന്ന് ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം,
നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് നൽകുന്ന മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ. ഈ ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ ക്രിസ്തു പത്രോസിനെ ഭാഗ്യവാനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പത്രോസിനോട് മറുപടി പറയുന്ന ഒരു രംഗം ഈ വേദഭാഗത്തുണ്ട്. ശ്രേഷ്ഠവും സുന്ദരവുമായ മറുപടി. ദൈവിക വെളിപാടുകൾ എവിടെ നിന്ന് എന്ന് വ്യക്തമായി ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. പത്രോസിനെ ഭാഗ്യവാനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ക്രിസ്തു നൽകുന്ന മറുപടി, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവിക വെളിപാടുകളിൽ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ്. ആ പിതാവുമായി നിരന്തരമായി സംസർഗം ചെയ്യുവാനുള്ള ഉപാധിയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയും നോമ്പനുഷ്ഠാനവും ഉപവാസത്തിലൂടെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്ത് ആക്കിയിട്ടുള്ള ദൗത്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു ഉപമയിലൂടെ എപ്രകാരമാണ് ഒരാൾ ദൈവിക നന്മയെ തിരിച്ചറിയുന്നത് എന്ന് ഒരു ഉപമയിലൂടെ പറയുന്നുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമ. ഈ ലോക ജീവിതത്തിൽ അവൻ തൻ്റെ അപ്പനെയും സഹോദരനെയും കുടുംബവും തനിക്കുള്ള ഓഹരിയും വാങ്ങി ദൂരദേശത്തേക്ക് അവൻ്റെതായ ജീവിതം നയിക്കുവാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളിലും മൂലം അവൻ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അവൻ അവിടെ വെച്ച് തിരിച്ചറിയുന്നുണ്ട് തന്നെക്കുറിച്ച് പിതാവാം ദൈവം നൽകിയിട്ടുള്ള നന്മ എന്താണെന്ന്. തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള ജീവിതമാണ് ദൈവം തനിക്ക് നൽകിയ നന്മ എന്ന തിരിച്ചറിവ് അവനുണ്ടാകുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണ് ഇത്. നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള നന്മ എന്താണ്? ആ നന്മ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത് ദൈവരാജ്യ പ്രഘോഷണത്തിനായും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായും തീരുവാൻ തക്കവണ്ണം ആ നന്മയെ എപ്രകാരം ഈ ലോകത്തിൽ ഉപകരിക്കാം. ഒരു ഗുരുകുലത്തിൽ 3 ശിഷ്യന്മാരും ഒരു ഗുരുവും. ശിഷ്യന്മാർ തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തങ്ങളുടെ പരീക്ഷകളെല്ലാം പൂർത്തിയാക്കി സ്വഭവനത്തിലേക്ക് പോകുവാനൊരുങ്ങുന്നു. ഗുരു 3 ശിഷ്യന്മാരെയും വിളിച്ച് അരികിൽ നിർത്തി, നിങ്ങൾക്ക് ഒരു പരീക്ഷ കൂടിയുണ്ട് എന്ന് മാത്രം അവരോട് പറയുന്നു. പോകേണ്ടുന്ന ദിവസമായി. അവർ തങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം തയ്യാറാക്കി പോകുവാനായി തയ്യാറായി നിന്നു. ഗുരു വരുന്നില്ല. സന്ധ്യയാകുന്നു. ഒരു കാട് കടന്നു വേണം അവർക്ക് മുമ്പോട്ട് അവരുടെ സ്വഭവനങ്ങളിൽ ഗ്രാമത്തിൽ എത്തുവാനായിട്ട്. അവർ യാത്ര ചെയ്തു തുടങ്ങി. അവർ പോകുന്ന കാടിൻ്റെ ഒത്ത നടുക്ക് ആ വഴി നിറയെയായിട്ട് മുള്ളുകൾ വിതറിയിട്ടിരിക്കുന്നതായി കണ്ടു. ഒന്നാമത്തെ ശിഷ്യൻ ആ മുള്ളുകൾ ചാടിക്കടന്നു. രണ്ടാമത്തെ ശിഷ്യൻ ആ മുള്ളുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് നടന്നു. മൂന്നാമത്തെ ശിഷ്യൻ അവിടെ ഇരുന്ന് ആ മുള്ളുകൾ എടുത്ത് മാറ്റുന്ന കാഴ്ച ഈ കഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മുള്ളുകൾ എടുത്തു മാറ്റുന്ന ശിഷ്യന്റെ അടുക്കലേക്ക് ഗുരു കടന്നു വന്നിട്ട് പറയുകയാണ്, എൻ്റെ പരീക്ഷയിൽ വിജയിച്ചവൻ നീ മാത്രം, മറ്റു 2 പേരും പരാജയപ്പെട്ടു. ഇവിടെ അവനിലെ നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ആ മുള്ളുകൾ വഴിയിൽ നിന്ന് എടുത്തു മാറ്റുക, മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതങ്ങളെ ഒരുക്കുക. ക്രിസ്തു കാട്ടിത്തന്നതും ഇതേ നന്മ തന്നെയാണ്. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ യാഗമായി തീർന്നവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ഒരു നന്മയെ നമുക്ക് ഈ ശിഷ്യനിലും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇരുട്ടാണ്, പിന്നാലെ വരുന്നവർക്ക് മുള്ള് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ ആ മുള്ളു പെറുക്കി ദൂരേക്ക് എറിയുന്നു, മറ്റുള്ളവരുടെ പാതകളെ സുഗമമാക്കുന്നു. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള നന്മകളെ തിരിച്ചറിയുക മാത്രമല്ല, ആ നന്മകളെ തിരിച്ചറിഞ്ഞ് ആ നന്മ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി
വെളിപ്പെട്ട് കിട്ടുന്നത്. ഒന്നാമത്തെ ചിന്ത നിങ്ങളോട് പങ്കുവെച്ചത് വെളിവാക്കപ്പെട്ട നന്മകളെ തിരിച്ചറിയുക. ഇത് നോമ്പുമായി ബന്ധപ്പെടുത്തുമ്പോൾ നൊമ്പരത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും നൊമ്പരപ്പെടാറുണ്ട്. ആ നൊമ്പരങ്ങൾ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. ആ രൂപാന്തരം ദൈവിക നന്മകളുടെ വെളിപ്പെടുത്തലുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി ഈ വേദഭാഗത്ത് മീകാ പ്രവാചകൻ പറയുന്നു, അന്യായം വിട്ടൊഴിഞ്ഞ് ദയാവായ്പോടുകൂടി ജീവിക്കുക. അന്യായം വിട്ടൊഴിഞ്ഞ് ദയാവായ്പോടുകൂടി ജീവിക്കുക. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച നോമ്പിൻ്റെ മൂന്നാമത്തെ അനുഭവം ഇവിടെയാണ്, നിരപ്പിൻ്റെ അനുഭവം. നൊമ്പരത്തിൻ്റെ അനുഭവത്തിൽ നിന്നും രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നോമ്പ് പൂർണ്ണമാകുന്നത്. ന്യായത്തെ വെറുക്കുകയും നേരായതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനതയ്ക്കെതിരെയായിരുന്നു പ്രവാചകൻ ഈ ആഹ്വാനം നടത്തിയത്. അന്യായങ്ങളെ വിട്ടൊഴിഞ്ഞ് ദയാവായ്പോടുകൂടി ജീവിക്കുക. യാഗങ്ങൾ കൊണ്ടും പൂജാകർമ്മങ്ങൾ കൊണ്ടും ദൈവ ഇഷ്ടത്തെ വിലയ്ക്ക് വാങ്ങാമെന്നുള്ള വ്യാമോഹത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയുടെ നേരെ മീകാ പ്രവാചകൻ പിതാവാം ദൈവത്തിൻ്റെ അരുളപ്പാട് നടത്തുകയാണ്, അന്യായത്തെ വിട്ടൊഴിഞ്ഞ് ദയാവായ്പോടുകൂടി ജീവിക്കുക. അന്യായത്തെ വിട്ടൊഴിഞ്ഞ് ദയാവായ്പോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകണം. നിരപ്പിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥം, നമ്മുടെ നോമ്പനുഷ്ഠാനം വ്യർത്ഥം, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ജീവിച്ചു തീർക്കുന്നത് വ്യർത്ഥം. മൃഗീയതയിൽ നിന്ന് ദൈവീകതയിലേക്കുള്ള യാത്ര ചെയ്യലിൽ ഒരു ഘടകം മാത്രമാണ് മാനുഷികത. എന്നാൽ ഇന്ന് ഏത് മൃഗം, ഏത് മനുഷ്യൻ എന്ന് പ്രവചിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത്തരമൊരു സാമൂഹിക ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യനെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത, മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, മാനുഷിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സാധാരണ മരണങ്ങളൊന്നും വാർത്തയാകാത്ത കാലഘട്ടമാണ് ഇത്. കൊലപാതകങ്ങൾക്കാണെങ്കിൽ ട്രെൻഡിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവീൺ എന്നൊരു ചെറുപ്പക്കാരൻ കഷ്ണം കഷ്ണമായി നുറുക്കപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിതയ്ക്കപ്പെട്ട DYSP ഷാജിയെ അന്നത്തെ പത്രമാധ്യമങ്ങൾ എല്ലാം ഭീകരതയോടുകൂടി വാഴ്ത്തിയതാണ്. ഇന്ന് ഷാജി നല്ലൊരു കർഷകനായതുകൊണ്ടോ നല്ല കൈപുണ്യമുള്ളത് കൊണ്ടോ എന്നറിയില്ല, ഷാജി വിതച്ച വിത്ത് 30, 60, 100 മേനിയായി ഇന്ന് കേരളത്തിൻ്റെ തെക്കോട്ടും വടക്കോട്ടും കിടക്കുന്ന നാടുകളിൽ പടർന്ന് പന്തളിച്ച് കിടക്കുന്നു. കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വേറൊരു വാർത്ത മാധ്യമങ്ങളിൽ കണ്ടത്, ഒരു രാത്രി ഒരുമിച്ച് കിടന്നുറങ്ങിയ ഭാര്യയും ഭർത്താവും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാൾക്ക് തലയില്ല. നിരപ്പിൻ്റെ അനുഭവം എവിടെ? ദൈവം തൻ്റെ പുത്രനിലൂടെ എല്ലാ സൃഷ്ടിയെയും നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ യാഗമാക്കിയെങ്കിൽ ഇന്ന് നിരപ്പിൻ്റെ അനുഭവം എവിടെ? അത്ഭുതപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, ഈ വാർത്തകളൊന്നും തന്നെ നമ്മെ പിടിച്ച് ഉലയ്ക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള സംഗതി. വളരെ ലാഘവത്തോടെ മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ ദിവസേന കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. എന്തിനു വേണ്ടിയാണ് നിരപ്പ്?
രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിലുണ്ടായ ശിഥിലമായ അവസ്ഥയെ ഒന്നാക്കുന്നതാണ് നിരപ്പ്. പ്രവാചകൻ ഇവിടെ ദൈവവും ഇസ്രായേൽ ജനങ്ങളും ഇടയിലുണ്ടായിരുന്ന ശിഥിലതയെ നീക്കുവാൻ വേണ്ടി നിരപ്പിന്റെ അനുഭവത്തെ കാണിച്ചു തരുന്നുണ്ട്. പിതാവാം ദൈവം എന്താണ് തൻ്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ ഇവിടെ കാണിച്ചു തരികയാണ്. പിതാവാം ദൈവം പുതിയ നിയമത്തിൽ തൻ്റെ സ്വപുത്രനെ അയച്ചു തന്ന ക്രൂശിലെ യാഗത്തിലൂടെ നിരപ്പ് നമുക്ക് കാണിച്ചു തന്നു. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ സഹനങ്ങളെയും പ്രതിസന്ധികളെയും സ്വയം ഏറ്റെടുത്ത് അവന് ആശ്വാസം പകരേണ്ടുന്നവനാണ് ഓരോ ക്രിസ്ത്യാനിയും എന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം മൂലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളവനാണ് തമ്പുരാൻ. പണ്ടൊക്കെ നമ്മുടെ വേലികളിൽ കുറിഞ്ഞിയും ചെമ്പരത്തിയും ഒക്കെ പൂത്തിരുന്നെങ്കിൽ ഇന്ന് കുപ്പിച്ചില്ലുകളും ആണികളുമാണ് പൂക്കുന്നത്. ഇത് വലിയൊരു മാറ്റമാണ്. പൂക്കുന്ന വേലിയിൽ നിന്നും മുറിക്കുന്ന വേലിയിലേക്കുള്ള മാറ്റം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മതിലുകളിൽ പൂത്തിരുന്നത് കുറിഞ്ഞിയും ചെമ്പരത്തിയുമെങ്കിൽ ഇന്നത്തെ മോടി പിടിപ്പിച്ച ആധുനികതയുടെ ഭവനങ്ങളിൽ പൂക്കുന്നത് കുപ്പിച്ചില്ലുകളും ആണികളുമാണ്. ക്രിസ്തു എപ്രകാരം ഒരു ഭവനം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഭവനം ആയിരിക്കണം എന്ന് വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവൻ സ്വയം വാതിലായിക്കൊണ്ട്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. നിരപ്പിന്റെ വലിയൊരു അനുഭവം ഈ വാതിൽ സംസ്കാരത്തിനുണ്ട്. വാതിൽ സംസ്കാരം എന്ന് പറയുന്നത്, ആടുകളുടെ വാതിൽ എന്ന് പറയുന്നത് ഒരു എബ്രായ ശീലാണ്. പണ്ട് എബ്രായർ തങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്നും ആടുകളെ മേയിക്കുവാനായി മലമുകളിലേക്ക് പോകുന്നുണ്ട്. സന്ധ്യയാകുമ്പോൾ ആടുകളെയും കൊണ്ട് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറ്റി ഗുഹയുടെ കവാടത്തിന്റെ നടുക്ക കുറുകയായി ഇടയൻ കിടക്കുന്നു. ഒരു ആടിന് പുറത്തേക്ക് പോകണമെങ്കിലോ ഒരു നീചമൃഗത്തിന് ഗുഹയ്ക്കുള്ളിലേക്ക് കടന്ന് ആടുകളെ ആക്രമിക്കണമെങ്കിലോ ഇടയനെ ചവിട്ടാതെ തരമില്ല. നമ്മുടെ മനസ്സുകളാകുന്ന ഗുഹയ്ക്കുള്ളിൽ, ഗുഹയുടെ കവാടത്തിൽ ക്രിസ്തു നിൽക്കുന്നു. നിരപ്പിന്റെ അനുഭവം നമ്മുടെ ഉള്ളിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന കവാടത്തിൽ ക്രിസ്തു നിൽക്കുന്നു. നാം ഈ ലോക ജീവിതത്തിലെ നീചമായ സംഗതികളെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിന് മുറിവേൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വാതിൽ സംസ്കാരം കാട്ടിത്തന്ന ക്രിസ്തുവിനെ മാറ്റി മതിൽ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു വാതിൽ സംസ്കാരം പഠിപ്പിച്ചു, വാ ഇതിലെ എന്ന്. എന്നാൽ ആധുനിക മനുഷ്യൻ മതിൽ സംസ്കാരം പരിപോഷിപ്പിക്കുന്നു, മതി ഇതിലെ എന്നുകൊണ്ട്. എൻ്റെ സഹോദര, എൻ്റെ അയൽക്കാര, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, നിന്റെ സഹവാസം മതി. ഒരു മതിൽ സംസ്കാരത്തിന് ഉടമകളായി തീരുകയാണ്. ഈ മതിൽ സംസ്കാരത്തിന്റെ ചുവരുകളെ ഇടിച്ചു കളയുവാൻ തക്കവണ്ണം നിരപ്പിന്റെ അനുഭവം നോമ്പിലൂടെ നാം സ്വായത്തമാക്കണം. നോമ്പിലൂടെ നാം നിരപ്പിന്റെ അനുഭവം സ്വായത്തമാക്കുമ്പോൾ മാത്രമേ ദൈവവും നമ്മളുമായി ശിഥിലമാക്കപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളെ പുതുക്കുവാനായിട്ട് സാധിക്കുന്നത്. ജപ്പാനിലെ ഒരു ബുദ്ധ ഹാളിൽ ബുദ്ധന്റെ 50 പ്രതിമകളുണ്ട്. ആ ഒരു പ്രതിമയ്ക്കും ഓരോ പ്രതിമയ്ക്കും നേരിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ആ 50 പ്രതിമകൾക്കും 50 സെറ്റ് ആരാധകരുണ്ടായി. 50 സെറ്റ് ആരാധകരും അവരവരുടെ ബുദ്ധ പ്രതിമകൾക്ക് ധൂപാർപ്പണം നടത്തി. ഈ ധൂപാർപ്പണ സമയത്ത് അവരുടെ ഉള്ളിൽ ഉയർന്ന ഒരു ചിന്ത, എൻ്റെ ധൂപം മറ്റേ പ്രതിമയ്ക്ക് കിട്ടുന്നുണ്ടോ? അവരുടെ
ദൈവത്തിന് അവർ ധൂപമർപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തയാണ്, എൻ്റെ ധൂപം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ? ഈ ചിന്താഗതിയിൽ നിന്ന് അവർ ആ 50 പ്രതിമകളെയും ഓരോ ക്യാബിനിലുള്ളിലാക്കി സൂക്ഷിച്ചു. ധൂപാർപ്പണം തുടർന്നു. കാലക്രമേണ എല്ലാ പ്രതിമകളും കറുത്തുപോയി. നിരപ്പിൻ്റെ അനുഭവത്തിലല്ലാത്ത പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കറുത്തുപോകുന്ന അനുഭവങ്ങളായി മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ. നമ്മുടെ വിക്രിയകൾ, നമ്മുടെ ചേതനകൾ, നമ്മുടെ പറച്ചിലുകൾ, നമ്മുടെ മറ്റുള്ളവരോടുള്ള പ്രതികരണങ്ങൾ, ഇവയൊക്കെ നിരപ്പിൻ്റെ അനുഭവത്തിലല്ല എന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ വികൃതമാക്കുവാനേ അത് സഹായിക്കുകയുള്ളൂ. നമുക്ക് നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാം. നിരപ്പും സമാധാനവും ഇന്ന് മരീചികയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മരീചിക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മരുഭൂമി, തീർത്തും ഒന്നുമില്ലാത്ത അവസ്ഥ. ആരുടെയും ഉള്ളിൽ ഇന്ന് നിരപ്പും സമാധാനവും വസിക്കുന്നില്ല. ഈ ജീവിത സാഹചര്യത്തിൽ നോമ്പിലൂടെയുള്ള നിരപ്പിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇനി പറയുവാനുള്ളത് ഒരു കാര്യം കൂടെയാണ്. നിരപ്പിൻ്റെ ശുശ്രൂഷ ഇനിയും എവിടെ നടത്തണം? ആദ്യം പറഞ്ഞു, ക്രൂശിലെ യാഗമായി തീർന്ന ക്രിസ്തു നിരപ്പിൻ്റെ അനുഭവം നമുക്ക് തരുന്നുണ്ട്. അവൻ പറഞ്ഞു തന്ന വാതിൽ സംസ്കാരം നമുക്ക് നിരപ്പിൻ്റെ അനുഭവം പറഞ്ഞു തരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പൂത്തിരുന്ന വേലിക്കല്ലുകൾ നിരപ്പിൻ്റെ അനുഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരിക്കണമെന്ന് നിരപ്പിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവസാനമായി ഉച്ചനീചത്വങ്ങളെ പുറത്താക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയായിരിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ എപ്രകാരമാണ് നിരപ്പിൻ്റെ അനുഭവം ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായി ഈ വേദവാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെച്ച ആ ഒരു വെളിവാക്കപ്പെട്ട നന്മ എന്തിലേക്ക് നമ്മെ നയിക്കുന്നു? വെളിവാക്കപ്പെട്ട നന്മ രൂപാന്തരത്തിലൂടെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക്. ഈ ലോക ജീവിതത്തിൽ നാം എന്തു ചെയ്യണം, നാം എന്തിനായി ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി ഈ വേദഭാഗം നമ്മോട് ഉദ്ഘോഷിക്കുന്നു. ക്രിസ്തു വേദവചനങ്ങൾ അറിയിച്ചത് പണക്കാരുടെയോ പണ്ഡിതരുടെയോ പാമരുടെയോ ഉള്ളിലേക്കല്ല, കഷ്ടപ്പെടുന്നവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവരാജ്യത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ അവർക്ക് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്താണ് ക്രിസ്തു തൻ്റെ ദൗത്യത്തിൽ നിപുണനായിരുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ദൈവരാജ്യത്തെ പ്രഘോഷിക്കുവാനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുള്ള ജനസമൂഹമാണ്. നാം ഇന്ന് എത്രമാത്രം ദൈവിക ദൗത്യത്തെ നിർവഹിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി സ്വയം പരിശോധന നടത്തണം. വിശുദ്ധ കുർബാനയുടെ അവസാനം മേൽപ്പട്ടക്കാരനോ പട്ടക്കാരനോ ആശീർവാദം നൽകുമ്പോൾ പറയുന്നുണ്ട്, ചെന്നായി നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആ ഒരു വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തി ദൈവിക ദൗത്യത്തിനായി ഉപയോഗിക്കാതെ പള്ളിമുറ്റം വിടുമ്പോൾ പഴയ പോലെ ലൗകികതയിലേക്ക് മാറുന്ന ഒരു സമൂഹമായി ഞാനും നിങ്ങളും ഇന്ന് മാറുന്നുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. അതിന് നോമ്പ് സഹായകമാകും.
നോമ്പിലൂടെ നൊമ്പരത്തിൻ്റെ അനുഭവത്തിലേക്കും ആ നൊമ്പരത്തിലൂടെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കും ആ രൂപാന്തരത്തിൽ നിന്നുകൊണ്ട് ദൈവിക വെളിപാടായ നന്മയെ തിരിച്ചറിഞ്ഞ് ആ നന്മയിലൂടെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിലുള്ള തിന്മകളെയും അന്യായങ്ങളെയും വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ജീവിതത്തിൻ്റെ ദൂരം താണ്ടി ഒടുവിലത്തെ വഴിയമ്പലത്തിൻ്റെ തിണ്ണയിൽ ചെന്നിരുന്ന് താൻ ഇത്രകാലം കഴിച്ചുകൂട്ടിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു വഴിയാത്രക്കാരൻ്റെ ചിത്രം. ജീവിതത്തിൻ്റെ അവസാനം ക്രിസ്ത്യാനി എന്ന് പേരുകൊണ്ടെങ്കിലും അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും അളന്നു നോക്കേണ്ടുന്നത് ഈ ദൂരമാണ്. ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ദൂരം. ഈ ദൂരമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും അളവുകോൽ. നോമ്പിലൂടെ നമുക്ക് ഈ ദൂരത്തെ ഒന്ന് അളന്നു നോക്കാം. ഈ നോമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ യഥാസ്ഥാനത്താക്കപ്പെടുവാനുള്ളതായിരിക്കട്ടെ. സങ്കീർത്തനക്കാരനായ ആസാഫ് പറയുന്നത് പോലെ 80-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടുന്നതിന് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടുന്നതിന് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഇതൊരു പ്രാർത്ഥനയായി ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ നോമ്പിൻ്റെ കാലയളവിൽ യഥാസ്ഥാനപ്പെടലിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോകാം. യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് ആവശ്യമായത് 3 കാര്യങ്ങളാണ്. നൊമ്പരമുണ്ടാകണം, രൂപാന്തരപ്പെടണം, നിരപ്പാകണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം യഥാസ്ഥാനപ്പെടും. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടുന്നതിന് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. തമ്പുരാനെ, ഈ നോമ്പിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴകളെ തിരിച്ചറിഞ്ഞ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നീ സഹിച്ച പീഡയെ ഓർത്ത് അതിനെ തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ സഹോദരനോട് ചെയ്തിട്ടുള്ള തെറ്റുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമായി കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട പിതാവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ അശുദ്ധി മറ്റൊരാളുടെ മുമ്പിൽ വെളിപ്പെടുന്നതുവരെ വിശുദ്ധനായി നടിക്കുന്ന എൻ്റെ അധാർമികതയെ ഓർത്ത് ഞാൻ പരിതപിക്കുന്നു. ദൈവമേ, എൻ്റെ അശുദ്ധി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാകുന്നതുവരെ വിശുദ്ധനെന്ന് നടിക്കുന്ന എൻ്റെ അധാർമികതയെ ഞാൻ പരിതപിക്കുന്നു. പരിശുദ്ധ നോമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ നിരപ്പിൻ്റെയും രൂപാന്തരത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഒരു അവസരം തന്ന വന്യ പിതാവിനോടും ബഹുമാനപ്പെട്ട മാനേജരച്ചനോടുമുള്ള എല്ലാവിധമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു.